തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയെത്തിയോ? തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പയുണ്ടെങ്കിലോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ്. അല്ല നിനക്ക് തരുന്ന പ്രതിഫലം. എഴുന്നേറ്റു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടു. എഴുന്നേക്കാമിന, എഴുന്നേക്കടി, മക്കളെ വിളിച്ചുണർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഒരു നീതിമാനായ വാപ്പയ്യ സദസ്സിലുണ്ടെങ്കിലോ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം, അല്ല നിനക്ക് തരുന്ന പ്രതിഫലം. മരിക്കുന്ന കാലം വരെ പിരിവെടുക്കണ്ട, പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പിരിവ് നടത്തണ്ട, ഒരു സംഘടനയുടെ ഓഫീസിന്റെ മുന്നിലും നീ പോകണ്ട. അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും കഴിക്കാറുള്ള ഭക്ഷണം ഞാൻ തരാ. അല്ല പറയുകയാണ്, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാറുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് പടച്ച റബ്ബാ പറയുന്നത്. രണ്ട്, തന്റെ നീതിമാനായ ഭരണാധികാരിയായാൽ തന്റെ ഭാര്യ മക്കളെ വിളിച്ച് നിസ്കരിപ്പിക്കുന്ന ഉപ്പ അല്ല പറയുകയാ, നല്ല മരണം നിനക്ക് വേണോ? പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ലോ, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ലോ, കുടുംബ മഹിമ കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ലോ. നിനക്ക് വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം വേണോ? കാണുന്നവരെ കൊതിപ്പിക്കുന്ന മരണം വേണോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ? വൽആഖിബത്തുൽ തഖ്വാ, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വാപ്പമാരോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, മോനെ, എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ തീരുമാനിച്ചാൽ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ. മൂന്നാമത് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? വഇയ്യാക വത്തമഅ ഫഇന്നഹു ഫഖറൽ ഹാദിറ. എന്റെ ഉപ്പമാര് കേട്ടോ, എന്റെ ഉമ്മമാര് കേട്ടോ, മൂന്നാമത്തെ ഉപദേശം എന്തായിരുന്നെന്നറിയോ? എന്റെ പൊന്നുമകൻ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കാൻ പാടില്ല. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവും എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യമാണ് മോനെ. അവിടുന്ന് ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്, ഒരാളുടെ കയ്യിലിരിക്കുന്നതും ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാ ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും, നിനക്കല്ല ദാരിദ്ര്യം വരും. എന്നിട്ട് പറയുകയാ, അത്യാഗ്രഹം കാണിക്കല്ലേ. ഇതല്ലേ വാപ്പാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒരു മകന് കൊടുക്കേണ്ട ഇതിനെക്കാളും വലിയ ഉപദേശം എന്താ? മോനോട് പറഞ്ഞു കൊടുക്കണമെടോ, നീ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴോ അല്ലാഹു മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണത്തിന്റെ മുകളിൽ അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നീ അല്ലാതെ ലോകത്ത് മറ്റൊരാളും കടിക്കൂല. നിനക്ക് കിട്ടേണ്ട പൈസയുണ്ടല്ലോ, നീ എത്ര വയസ്സ് വരെയാണ് ജീവിക്കുന്നത്? നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ്? നിന്റെ ഭാര്യ ആരാണോ? നിനക്ക് എത്ര മക്കളുണ്ടാകും? നീ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കും? നിന്നെ എവിടെയാണ് കബറടക്കുന്നത്? ഇത് സർവ്വതും ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് വന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തട്ടാൻ ആരെക്കൊണ്ടും പറ്റൂല.
അതുകൊണ്ട് എന്റെ പൊന്നമകൻ ആർത്തി കാണിക്കരുത്, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാണെന്ന് വാപ്പതന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുക്കുമ്പോ ഇന്ന് നേരെ തിരിച്ചാണല്ലോ. പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ കൊടുക്കുന്നത് മോനെ പണത്തിനോടുള്ള ആർത്തിയാ. പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ലോ. നല്ലതുപോലെ പഠിച്ച് നല്ല ഭാവിയുണ്ടായി നല്ല ജോലി കെട്ടി നല്ല സമ്പാദ്യമുണ്ടെങ്കിലോ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ എങ്കിലേ നല്ലതുപോലെ ജീവിക്കാൻ കഴിയൂ. അതാ 10 വയസ്സുള്ള പൊന്നുമകന്റെ ഹൃദയത്തിന്റെ കത്തൂക്ക് ഇന്നത്തെ മാതാപിതാക്കള് പണത്തിനെ കുറിച്ചുള്ള ആർത്തി പറഞ്ഞു കൊടുക്കുമ്പോ അതാ നിന്റെ മോന് എത്ര കിട്ടിയാലും തികയാത്തത്, എത്ര കിട്ടിയാലും നിന്റെ പൊന്നുമകന് തികയാത്തതിന്റെ കാരണമതോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? മഹാനായ അബൂദറുൽ ഗഫാരി. ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് വാപ്പാനെ പോലെയാകെ, ഈ വാപ്പയെ പോലെയാണ് നിങ്ങളാകേണ്ടത്. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവസാനം സക്കറാത്തിന്റെ അവസ്ഥയില് അവിടുന്ന് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ പൊന്നാര മക്കളെ അടുത്ത് വിളിക്കുകയാ. എന്റെ പൊന്നാര മക്കള് എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, മക്കളെ വാപ്പാനെ വെറുപ്പാണോ? വാപ്പയോട് ദേഷ്യമാണോ? വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്ന മനുഷ്യരാ. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പയുടെ കയ്യിൽ 5 നയാ പൈസയില്ല. വാപ്പയുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുമോ? വാപ്പ ഇന്ന് മരിച്ചാൽ, നിങ്ങളുടെ വാപ്പ ഇന്നെങ്ങാനും മരിച്ചു പോയാൽ കഫം തുണി വാങ്ങാൻ 1 രൂപ എന്റെ കയ്യിലില്ല മക്കളോ. 1 രൂപ ഈ വീടിന്റെ അകത്തെടുക്കാറില്ല. ഒരു നല്ല പുതിയ തുണി ഈ വീടിന്റെ അകത്തില്ല. എന്റെ മയ്യത്ത് പൊതിയാൻ ഒരു തുണി പോലും ഈ വീടിന്റെ അകത്തില്ല. ഇതാണ് നിങ്ങളുടെ വാപ്പയുടെ അവസ്ഥ. എന്നിട്ട് തന്നെ മക്കളോട് പറയുകയാ, മക്കള് കരയണ്ട, എന്റെ മക്കള് പേടിക്കണ്ട. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം. എന്നിട്ട് എന്റെ ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കണം. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഉംറ കഴിഞ്ഞ് വരുന്ന ആരെയെങ്കിലും കണ്ടാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കണ്ടിട്ട് അവിടുന്ന് ഉംറ കഴിഞ്ഞ് വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാ പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാ. മയ്യത്ത് തുണി വാങ്ങാ പൈസയില്ലോ, അതാ ഒരു നല്ല തുണിയും എടുക്കാറില്ല. അതുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് എന്റെ മയ്യത്തൊന്ന് പൊതിഞ്ഞിട്ട് കബറടക്കാ പറയടേ മക്കളെ. അല്ലാഹുവേ, അബൂദറുൽ ഗഫാരി തങ്ങൾ അവിടുന്ന് യാത്രയാവുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള് വാപ്പ പറഞ്ഞതുപോലെ വാപ്പയുടെ ജനാസ കുളിപ്പിക്കുകയാണ്. എന്നിട്ട് മയ്യത്ത് ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാത്തു നിൽക്കുകയാ. ആരെയാ കാത്തു നിൽക്കുന്നത്? ഉംറ കഴിഞ്ഞ് വരുന്നവരെയോട്. കാരണം മയ്യത്ത് പുതിയ തുണിയില്ലല്ലോ. അതാ കുറെ സമയം കഴിയുമ്പോ ഒരു സംഘം കടന്നു വരികയാണ്. ഉംറ കഴിഞ്ഞാണ് കടന്നു വരുന്നത്. അവരുടെ നേതാവാരെന്നറിയുമോ? മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, മക്കള് കരന്നുകൊണ്ട് പറയുകയാ, അല്ലാഹു
അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ്, ഞങ്ങളുടെ വാപ്പയാണ്. ഞങ്ങളുടെ ഉപ്പയുടെ മയ്യത്ത് പുതിയ കഫൻ തുണിയില്ലോ, വാങ്ങാ പൈസയുമില്ലോ. ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാര് കഫൻ പൊതിഞ്ഞിട്ടൊന്ന് കബറടക്കടോ. മക്കള് കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ വാപ്പാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, പെട്ടെന്ന് പണക്കാരനാകാനുള്ള വഴി എന്താണെന്നാ നീ തിരയുന്നത്? പെട്ടെന്ന് എങ്ങനെയാണ് പണക്കാരനാകാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്, കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. പെട്ടെന്ന് പണക്കാരനാകാനല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ്. ആരാ നടന്നു വരുന്നത്? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു വരുന്നത് കാണുമ്പോ റസൂലുള്ള കരയുകയാ. മുത്തുനബിയുടെ കണ്ണുനീരൊഴുകുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് നബിയെ കരയുന്നത്? മുസബേ, നിന്റെ പഴയ രംഗം ഞാനെന്ന് ഓർത്തുപോയി മിസ്സബേ. ആരാ മിസ്സബെന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്സബ്. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ ആ മിസ്സബുണ്ടല്ലോ. അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. എന്തിനാ പ്രവാചകൻ കരഞ്ഞതെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്, ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയോ? 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ച പുതപ്പാ. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു പുതപ്പം ധരിച്ചാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് ഈ ചെറുപ്പക്കാരെ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മിസ്സബേ, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാറുള്ള കൊതി കൊണ്ടാണ് നബിയേ. സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാറുള്ള ആഗ്രഹം കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാ. അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യപാട്. മോനെ, അത്യാഗ്രഹം പാടില്ലോ, അത്യാഗ്രഹം പാടില്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തന്റെ മക്കളെ പഠിപ്പിക്കടൂ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉരുൾപൊട്ടലുണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ? കൊടുങ്കാറ്റടിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? നിപ പോലെയുള്ള വൈറസ് രോഗങ്ങൾ പടരാറുള്ള കാരണം എന്തെന്നറിയോ? ദുരന്തങ്ങൾ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? ഒന്ന്, ഇമാമുന്നാദിലോ, നീതിമാനായ ഭരണാധികാരികളോ അല്ലാഹുവേ ലോകത്തോ നാട്ടിലോ പള്ളിയിലോ കുടുംബത്തിലോ ഇല്ലാതെ വന്നാൽ അവിടെ അല്ലാഹുവിന്റെ അദാബുകൾ ആ നാട്ടിലേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം നീതിമാന്മാർ ഇന്ന് ലോകത്തില്ലാതെ പോയി. ഉണ്ടെങ്കിൽ തന്നെ വളരെ കയ്യിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വഴുത് കേൾക്കാൻ വന്നവർക്കൊക്കെ ചുക്കാപ്പിയ കട്ടൻ കാപ്പിയ എന്താപ്പ ചുക്കാപ്പി അത് പറയുന്നവനുണ്ടോ? ശരി, കുടിക്കുക. അൽഹംദുലില്ലാ. അല്ലാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിർത്താറായോ? അല്ല, 11:30 ആയതുകൊണ്ടാ കുഴപ്പമില്ല. 12 മണി വരെ അല്ലേ? രണ്ട് ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാൻ, നമ്മുടെ നാടുകളിൽ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം വആലിമുൻ അലാ സബീലിൽ ഹുദാ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ലോകത്ത് ഇല്ലാതെ വരുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുന്ന ആലിമീങ്ങൾ, ഇന്ന് ആലിമീങ്ങൾ ഇല്ലാതെ വരുമ്പോ അൽ ഉലമാ വറസത്തുൽ അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങളെന്ന് അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പണ്ടുള്ളവർക്ക് അതിന്റെ വിലയറിയാമായിരുന്നു. ആലിമിന്റെ മഹത്വം എന്താണ്, ഒരു പണ്ഡിതന്റെ മഹത്വം എന്താണ്, ഒരു ഹാഫിലിന്റെ മഹത്വം എന്താണ്, ഒരു മുതഅല്ലിമിന്റെ മഹത്വം എന്താണ്, ഇത് പഴയ തലമുറകൾക്ക് അറിയുമായിരുന്നു. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുമായിരുന്നു, ഒരു കുടുംബത്തിൽ ഒരു ആലിമ്, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിദ്. എന്റെ പ്രിയമുള്ളവരെ, പക്ഷേ ഇന്നില്ലാതെ പോകുകയാണ്. ആലിമീങ്ങളുടെ മരണമുണ്ടല്ലോ, ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമോ? ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ അവസാനത്തെ അടയാളമോ? ഈ ലോകം തകർന്നു വീഴാൻ പോകുന്നതിന്റെ അടയാളമാണ് ആലിമീങ്ങളുടെ മരണമെന്ന് മുത്തുനബി അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ആലിമീങ്ങളുടെ മഹത്വം നമുക്ക് നമ്മളിൽ പലർക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പണ്ഡിതന്മാരുടെ വില നമ്മളിൽ പലർക്കുമെന്നറിയാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആലിമീങ്ങളുടെ മഹത്വം പറയുന്നില്ല. ഒരു ചരിത്രം ഞാൻ പറയാ. അഹ്മദ് ദൈലാനി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്നൊരു സംഭവം പറയുകയാണ്. ഒരു സംഭവം പറയുകയാണ്. ഒരു നാട്ടില് മഴയില്ല, ഒരു നാട്ടില് വെള്ളമില്ല, ജനങ്ങളെല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാടൂ. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂ. എന്നിട്ട് എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തു കഴിഞ്ഞു, പക്ഷേ മഴ വരുന്നില്ല. അവിടെ അല്ലാഹു മഴ കൊടുക്കുന്നില്ല. ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തിലാണ്. എല്ലാവരും ദുഃഖിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാ. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും ദുഃഖത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോ അവിടെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രയാസം, എന്താണ്? അവിടെ പറഞ്ഞു, ഞങ്ങൾ മുഴുവനും മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹു ഞങ്ങൾക്ക് മഴ നൽകിയില്ല. അത് കാരണമാണ് ഞങ്ങൾ പ്രയാസത്തിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. എല്ലാവരും പ്രയാസത്തിലാണെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയുമോ? രണ്ട് കൈയും ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി, തമ്പുരാനേ എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട്, എന്റെ ഈ രണ്ട് കണ്ണുണ്ടല്ലോ, ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഈ നാട്ടുകാർക്ക് നീ മഴ കൊടുക്കണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാ, അവിടുന്ന് ദുആ ചെയ്യുകയാ. ആ മനുഷ്യനങ്ങ് ദുആ ചെയ്ത് തീരേണ്ട താമസമുണ്ടല്ലോ. ആ
ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. ആ മനുഷ്യന്റെ ദുആ അങ്ങ് തീരേണ്ട താമസം ആകാശത്ത് നിന്ന് മഴയൊന്ന് പെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ജനങ്ങൾ ചോദിക്കുകയാ, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? എന്താ എന്തേ നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? എന്ത് ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു മഴ നൽകിയത്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, അദാനി ഐനാനി റഅയ്തു അയ്യസീദൽ ബിസ്താമി. യസീദുൽ ബിസ്താമി, യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനുണ്ടല്ലോ, ആ മനുഷ്യനെ കണ്ട കണ്ണാ, ഒരു ആലിമിനെ കണ്ട, ഒരു പണ്ഡിതനെ കണ്ട കണ്ണാണ്. ഈ കണ്ണുകൊണ്ട് ഞാനൊരു പണ്ഡിതനെ കണ്ടിട്ടുണ്ട്, ഞാനൊരു മഹാനെ കണ്ടിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് തരണേ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് പടച്ചറബെനിക്ക് തരുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞതായി ചരിത്രം പറയുമ്പോ, ആലിമിനെ കണ്ട ഒരു മനുഷ്യനുണ്ടല്ലോ, ആലിമിനെ കണ്ട ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ദുആയിക്ക് പോലും ഇജാബത്തുണ്ടെന്ന് ചരിത്രം പറയുമ്പോ, അതുകൊണ്ടാണ് സഹോദരാ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിപ്പറമ്പിലെ കബറാളികളുണ്ടല്ലോ, അവരാഗ്രഹിക്കുമല്ലാ ഒരു ആലിമ് പള്ളിപ്പറമ്പിലേക്കൊന്ന് കടന്നു വന്നിരുന്നെങ്കിലോ, ഒരു ഉസ്താദുണ്ടല്ലോ പള്ളിപ്പറമ്പിലേക്കൊന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. കബറാളികളെ കൊതിക്കുമെന്ന, കബറാളികൾ ആഗ്രഹിക്കുമെന്ന. കാരണം എന്തെന്നറിയുവോ, ഒരു ആലിമ് പള്ളിപ്പറമ്പിൽ പോയാൽ ആലിമിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു കബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിം എന്ന് പറഞ്ഞാൽ അതാ, ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആലിമിനെ കണ്ട ഒരു മനുഷ്യൻ അള്ളാഹിനോട് ദുആ ചെയ്തു, അല്ലാ ഈ കണ്ണുകൊണ്ട് ഞാനൊരു ആലിമിനെ കണ്ടിട്ടുണ്ട് പടച്ചവനെ, ഒരു പണ്ഡിതനെ കണ്ടിട്ടുണ്ട് പടച്ചവനെ, അല്ലാഹുവേ ഈ നാട്ടുകാർക്ക് നീ മഴ കൊടുക്ക്. ദുആ ചെയ്ത് തീരേണ്ട താമസം മഴ കിട്ടി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആലിമിനെ കണ്ടവൻ ഇത്ര മഹത്വമുണ്ടെങ്കിൽ ആലിമിന്റെ മഹത്വം എന്തായിരിക്കും? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പഴയ തലമുറയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാ വീട്ടിലെത്തായ അമ്മായും പഴയ ആൾക്കാരൊക്കെ വാപ്പായും ഉമ്മായും പറയും, കുടുംബത്തിൽ ഒരു ഉസ്താദ് വേണം. പണ്ടുള്ള വാപ്പമാര് പറയും, നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരാളുണ്ടാകണം. അങ്ങനെ വെച്ചിട്ടാ പണ്ടൊക്കെ വാപ്പമാര് ഓരോ കുടുംബത്തിലും ഒരു ആലിമിനെ, ഒരു ഉസ്താദിനെ, ഒരു മുത്തഅല്ലിമിനെ, ഒരു ഹാഫിദിനെ പഠിപ്പിക്കും. ഇന്നതൊക്കെ പോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖബറാളികൾ കൊതിക്കുമെന്ന ഒരു ഉസ്താദ് പള്ളിപ്പറമ്പിൽ ഇറങ്ങാൻ, ഒരു ഉസ്താദ് പള്ളിപ്പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ ഖബറാളികൾ പോലും ഉസ്താദിന്റെ ആലിമിങ്ങളുടെ ദുആ ചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ചരിത്രത്തിൽ കാണാം. അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോ ഖുതൈബ് ഇബ്നു മുസ്ലിം റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് പോവാ. യുദ്ധത്തിങ്ങനെ പോകുമ്പോ ഒരു ആലിമിനെ കണ്ടു. ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യ്. എല്ലാവരും സ്വഹാബികൾ എല്ലാവരും യുദ്ധത്തിന് പോകുമ്പോ ഒരു മഹാനെ കണ്ടപ്പം പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യാൻ. ദുആ ചെയ്തു. തിരിച്ചു എന്നിട്ട് പറയണേ, നമ്മൾ എന്തായാലും യുദ്ധത്തിൽ ജയിക്കും, നമ്മൾ എന്തായാലും യുദ്ധത്തിൽ ജയിക്കും. കാരണം മുഹമ്മദ് ഇബ്നുൽ വാസി റളിയല്ലാഹു തആല അൻഹു ഈ ഒരൊറ്റ പണ്ഡിതന്റെ ദുആ എന്റെ കൂടെ 1000 യോദ്ധാക്കൾ ഉള്ളതിനേക്കാളും ഒറ്റ ദുആ, ഈ മനുഷ്യന്റെ ദുആ മതി, നമ്മൾ ജയിക്കും, നമുക്ക് ഉറപ്പാ. അതായിരുന്നു ആലിമീങ്ങൾ. ആലിമീങ്ങളുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്, ഉസ്താദന്മാരുടെ ദുആയിക്ക് ഉത്തരമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇന്ന് കുറവ്. ഇന്ന് നാടുകളിൽ കാണാനില്ല. എവിടെ നോക്കിയാലും ഉസ്താദന്മാരുണ്ട്, എവിടെ നോക്കിയാലും ഉസ്താദന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് പക്ഷേ പല ഉസ്താദന്മാർക്കും പഠിച്ചതങ്ങ് മറന്നുപോകും ചില സമയത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചില ഉസ്താദന്മാർക്ക് ഉള്ളത് പറയാൻ മടിയ. പള്ളിയിലെ സെക്രട്ടറി, പള്ളിയിലെ പ്രസിഡന്റ്, നിനക്ക് ഏത് വൃത്തികേട് കാണിച്ചാലും പറയാൻ മടി. കാരണം എന്തേ? പറഞ്ഞാ വീട്ടിൽ പോകേണ്ട വരും. അത് തന്നെ. എടാ, ഏത് വൃത്തികേട്, പലിശ കച്ചവടക്കാരനാകട്ടെ, കള്ളു കുടിക്കുന്നവനാകട്ടെ, പള്ളിയും പട്ടവുമായി യാതൊരു ബന്ധമില്ലാത്തവനാകട്ടെ,
എൻ്റെ പ്രിയപ്പെട്ടവരെ, പലതും പറയാൻ ഇന്നത്തെ ആലിമീങ്ങൾ ഭയക്കുന്നു. എല്ലാവരെയും ഞാൻ ആക്ഷേപിക്കണില്ല, ഞാൻ ഉൾപ്പെടെ. പല ആലിമീങ്ങൾക്കും ഉള്ളത് തുറന്നു പറയാൻ വലിയ പേടിയാ. കാരണം എന്താ? ജോലി. എന്തപ്പ ജോലി? എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദന്മാരോടൊക്കെ പറയണത്, ഉസ്താദന്മാരോടൊക്കെ നിങ്ങൾ ആരെയാ ഭയക്കണേ? ചങ്ങാതി, അല്ല നിനക്ക് മരിക്കണ കാലം വരെ ഹലാലായ ഭക്ഷണം തരാന്ന് റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഭയക്കണ? ഉള്ളത് പറയാൻ. താലിമീങ്ങൾ അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി പലതും പറയാൻ മടിക്കുമ്പോ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മളെ തേടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആലിമീങ്ങൾ, ഉസ്താദന്മാർ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവൻ ഒരു ആലിമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലതാരാ? ഒരു ആലിം. ഏറ്റവും തലതിരിഞ്ഞതാരാ? ഏറ്റവും തലതിരിഞ്ഞതാരാ? പറഞ്ഞങ്ങാതി ആരാ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവനാരാ? ആലിം, ഉസ്താദ്. ഏറ്റവും തലതിരിഞ്ഞതോ? അത് ഉസ്താദ് തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീട് ഉദ്ഘാടനം ചെയ്യാനും കുറ്റിയടിക്കാനും പാലുകാച്ചിന് വിളിക്കാനൊക്കെ ഇതെല്ലാത്തിനും ഉസ്താദന്മാരുണ്ടിപ്പാ. ഇതൊക്കെ ചെയ്യാ ഉസ്താദന്മാരെ വിളിക്കും. ഇതുപോലെ നരകം കത്തിക്കാൻ വേണ്ടി അള്ളാഹു ആദ്യം എടുത്തു വെക്കണ വിറവും ഒരു ഉസ്താദിന്റെ ശരീരം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെ? ഉസ്താദന്മാരെ നമ്മുടെ കാര്യപ്പാ. എനിക്ക് എന്റെ കാര്യം നോക്കിയാ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വയലുദ്ഘാടനം ചെയ്യാനും ദുആ ചെയ്യാനും കട ഉദ്ഘാടനം ചെയ്യാനും വീടിന്റെ കട്ടിള വെക്കാനും മാത്രമല്ല, നരകം കത്തിക്കുമ്പോൾ അല്ലാഹ് എടുത്തു വെക്കണത് ഒരു ആലിമിന്റെ ശരീരം തന്നെ. അതാണല്ലോ ചില ഉസ്താദന്മാരുടെയൊക്കെ പ്രസംഗം കേട്ടാൽ മുതുകുടിയും വരെ നന്നാവും. ഖബറും മരണവും നരകവും ഒക്കെ പറയണേട്ടോ. അല്ലോ, പേടിയില്ലേ അല്ലേ? ചില ആൾക്കാർ വയത് കേട്ട് നന്നാകുമത്രേ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഈ കള്ളുകുടിയൻ അല്ല വിളിച്ചിട്ട് പറയണ്ട, നീ ഒരുപാട് അഹങ്കാരത്തോടൊക്കെ നടന്നെയാ. അല്ലാ അങ്ങനെയൊക്കെ പഠിച്ചാൻ അറിയാം. അല്ലാ കരുനാപ്പള്ളി ജീവിക്കുമ്പോ ഇത്തിരി പേവെള്ളമൊക്കെ അടിച്ചു പഠിച്ചാൻ അറിയാതല്ല. ആ ശരി പോടാ, പോ കയറി സ്വർഗത്തിൽ പോടാ, നിനക്കെല്ലാം പുറത്തുനിന്ന് കയറി പോടാ. അങ്ങനെ ഈ ചങ്ങാതി സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോ അള്ളാഹുവേ, ആ വയത് പറഞ്ഞ ഉസ്താദിനെ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോവാ. ഇവൻ ആ ഉസ്താദിന്റെ വയത് കേട്ടിട്ട് നന്നായേ. ആ ഉസ്താദിനെ മലക്കുകൾ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ഈ മനുഷ്യൻ ചിന്തിക്കും, അല്ലാ ഈ മനുഷ്യന്റെ പ്രസംഗം കേട്ടിട്ട് നന്നായി, എനിക്ക് സ്വർഗം കിട്ടി, ഇയാൾ എന്തേപ്പ നരകത്തിൽ പോണം. അപ്പൊ ചോദിക്കും, എന്തേ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ? അത് മൈക്ക് കിട്ടുമ്പോ പറയുന്ന സ്വഭാവം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ പറയാറേ ഉള്ളൂ, ജീവിതത്തിൽ ഞാനൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് അള്ളാഹു അങ്ങനെയുള്ളവരെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആലിമീങ്ങൾ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്നാൽ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണിന്റെ കാഴ്ച 5 കാര്യങ്ങൾ നോക്കിയാൽ കാഴ്ച നഷ്ടപ്പെടൂല. ഇബാദത്താ. 5 കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല എങ്കിലും ഞാൻ പറയാം. 5 കാര്യങ്ങൾ നോക്കിയാൽ കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടാകും. ഇബാദത്താ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 1, പരിശുദ്ധമായ കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്നാൽ നോക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ കൂലി, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്ന അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക, കണ്ണിന്റെ കാഴ്ചയും പോകൂല. അതാ പണ്ടുള്ള ഉമ്മമാര് മാസാമാസ ഹത്ത ഓതുന്ന ഏതുമ്മയ്ക്കായിരുന്ന കണ്ണാടി, ഏതുമ്മയ്ക്കായിരുന്ന കണ്ണാടി. ഖുർആൻ ഓത പണ്ടത്തെ ഉമ്മമാരെയൊക്കെ പോയി നോക്ക്, ഒരു കുഴപ്പമില്ല, ദൂരക്കാഴ്ച, എല്ലാ കാഴ്ചയും അവർക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതിയാൽ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. ഇബാദത്തിന്റെ കൂലി അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, ഉമ്മാടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഉമ്മച്ചിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഉമ്മാടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്ത്. കണ്ണിന്റെ കാഴ്ച ശക്തി, കണ്ണാടിയൊന്നും വേണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4, സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നോക്കണം. സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് സംസം വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ടേ കുടിക്കാവൂ. കാരണം എന്തേ? അതില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. ഇബാദത്താണ് സംസം വെള്ളത്തിൽ നോക്കല്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 5, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ. പണ്ഡിതന്മാർ, വലിയ വലിയ ആലിമീങ്ങൾ, മഹാന്മാരായ ഉസ്താദന്മാർ ഇപ്പൊ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയി. അള്ളാഹു ആലം പടച്ചോനെ, അള്ളാഹു ഹസ്രത്ത് അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. വല്ല ചാടയുണ്ടോപ്പാ ആ സാധു പടച്ചോനെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓരോ ഉസ്താദന്മാരൊക്കെ വരുമ്പോ എന്തൊക്കെയായില്ലേ. ആ ചങ്ങാതി മിണ്ടാതെ ഇറങ്ങിപ്പോ അസ്സലാമു അലൈക്കും തലയിരുന്നതിലൂടെ കയറി പോവാ. അത് ആലിമ്, അതൊക്കെ ആലിമ്. എത്ര ശിഷ്യന്മാര് മന്നാനിയിലൊക്കെ എത്ര ഉസ്താദന്മാരെ പഠിപ്പിക്കുന്ന ഗുരുനാഥന.
ഒന്നുമില്ലപ്പാ, വന്നു ബിസ്മില്ല, വന്ന് കയറി പ്രസംഗിച്ച് മിണ്ടാതെ ഇറങ്ങിപ്പോകാം. ഇതുപോലെയുള്ള ആലിമീങ്ങൾ അവരുടെ മുഖത്ത് നോക്കുന്നത് പോലും ഇബാദത്താ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർ അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം വആലിമുൻ അലാ സബീലിൽ ഹുദ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാതെ വന്നാൽ നാടുകളിൽ ദുരന്തമുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 ഇൻഷാ അല്ലാഹ്, 4 2 ഒരെണ്ണം കൂടെ പറയാം. ഇരിക്കുമല്ലോ? ഇരിക്കൂ. അത് നിർത്തണം. എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണോന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, വനിസാഉഹും മസ്തൂറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, വനിസാഉഹും മസ്തൂറാത്ത് യതബറജന തബറജൽ ജാഹിലിയത്തുൽ ഉലാ. മൂന്നാമത്തെ കാരണം എന്തെന്നറിയുമോ? നമ്മുടെ സഹോദരിമാരുടെ ഇന്നത്തെ പ്രവർത്തനമാണ്, ഇന്നത്തെ മുസ്ലിം പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ സ്വഭാവം കണ്ടാൽ എല്ലാം ഇടിഞ്ഞു വീണെങ്കിൽ വീണില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ഇന്നത്തെ പെണ്ണുങ്ങളുടെയൊക്കെ സ്വഭാവവും അവരുടെ നടത്തവും അവരുടെ പ്രവർത്തനവും കണ്ടാൽ അല്ലാഹു അലം ആകാശം തഴയെ വന്ന് വീഴുന്ന അവസ്ഥയെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് വിഷമമുണ്ടെങ്കിലും പറയേണ്ടത് പറയണമല്ലോ. എല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാം ടിക്ടോക്കാ. അതന്നെ ടിക്ടോക്കിന്റെ പുറകിലല്ല. പ്രായമുള്ളതും പ്രായമില്ലാത്തതും എല്ലാം ടിക്ടോക്കിന്റെ പുറകിൽ എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു, എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു. എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നത്, പെങ്ങളെ, നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ദയവ് ചെയ്തിട്ട് ആ ഫർദ ഒന്ന് ഊരി വെച്ചിട്ട് ചെയ്യുക. അത്ര ഒരു കരുണെങ്കിലും കാണിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്നത്തെ പെണ്ണുങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഇരുണ്ട യുഗത്തിലെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലാണ് ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് എവിടെ നോക്കിയാലും ഫർദ് ധരിച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെമ്മക്കൾ ചെയ്യുന്ന ഓരോ പേക്കൂത്തുകൾ കണ്ടാ സഹിക്കാ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, 15-20 വയസ്സുള്ള ഒരു പെണ്ണ് ചെയ്താൽ പറയാൻ അവൾക്ക് പക്വതയില്ല. അവൾക്ക് അതാ പക്വതയില്ലാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ പ്രവർത്തിച്ചതെന്ന്. പക്ഷേ 30, 35, 40 വയസ്സുള്ള കിളവിയായ ഉമ്മ, നിനക്കിനി എന്നാണ് പക്വതയെത്തുന്നത്? 35 തികഞ്ഞവള്, 3 മക്കളുടെ ഉമ്മയായ തന്റെ പൊന്നാര മകളെ കെട്ടിക്കാൻ പ്രായമായ തള്ള പോലും എന്ന് പടച്ചവര് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അല്ലാഹുവേ പടച്ചവനെ, ഇത് പറയാ പാടില്ല. പറയുന്ന ഉസ്താദിനെ പോലും ആക്ഷേപിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നീ ധരിക്കുന്ന ഫർദയുണ്ടല്ലോ, അതൊരു മഹത്വമുള്ള വസ്ത്രമാണ്, അതൊരു പവിത്രതയുള്ള വസ്ത്രമാണ്. അത് ആയിഷ ബീവി ധരിച്ചതാണ്, അത് ഖദീജ ബീവി ധരിച്ചതാണ്. അല്ലാഹുവേ, ഒരുപാട് മഹദികൾ ധരിച്ച പുണ്യമായ വസ്ത്രമോ, അതും ധരിച്ചുകൊണ്ടെന്ന് കാണിക്കുന്ന ഒരുപാട് കോമാളിത്തരമുണ്ടല്ലോ. അല്ലാഹുവേ, എവിടെ നോക്കിയാൽ ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നില്ലോ, റോഡിന്റെ ചാരത്ത് നിൽക്കാൻ കഴിയുന്നില്ലോ, ട്രെയിനിന്റെ അകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നില്ലോ. എവിടെ നോക്കിയാലും തന്റെ കണ്ണിന്റെ മുന്നിൽ പ്രായം ചെന്ന ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, കൊച്ചുകുട്ടികളുണ്ട്, അല്ലെങ്കിൽ തന്റെ വയസ്സിന്റെ പ്രായമുള്ളവരുണ്ട്. എന്തിന് ഉസ്താദന്മാര് മുന്നിലിരുന്നാൽ നമ്മുടെ പെമ്മക്കൾക്ക് ഒരു കുഴപ്പവുമില്ല. മറ്റുള്ളവന്റെ മടിത്തട്ടിൽ തല വെച്ചിട്ട് മുസ്ലിമിന്റെ നെഞ്ചത്ത് ചാരിയിരുന്ന് സെൽഫി
കിടക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ, കണ്ടവന്റെ കയ്യിൽ പിടിച്ച് നടക്കുന്ന പെമ്മക്കളുടെ കാലവോ, ആരും കാണാതെ ഒരു മരച്ചുവട് കിട്ടിയാൽ എവിടെയെങ്കിലും ഒരു മരത്തിന്റെ ചുവട് മതി, കിട്ടിയ അവസരം മുതലാക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും ആക്ഷേപിക്കുന്നില്ല, എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നില്ല. പക്ഷേ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന് വല്ലാത്ത ധൈര്യവാ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അമുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ തയ്യാറാകില്ല. അമുസ്ലിമീങ്ങളായ മറ്റുള്ളവർക്ക് അഭിമാനമുണ്ട്. പക്ഷേ നമ്മുടെ സമുദായത്തിലെ പെമ്മക്കളുണ്ടല്ലോ, അല്ലാഹുവേ എന്തൊരു ധൈര്യമെന്നറിയോ. നാട്ടുകാര് കണ്ടാലെന്താ, പള്ളിയിലെ ഖതീബ് കണ്ടാലെന്താ, നാട്ടിലെ കാരണവന്മാര് കണ്ടാലെന്താ, ഒരു കുഴപ്പവുമില്ലാതെ ഇന്ന് ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാലവോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടി പൊന്നുമോള്. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തീർന്നു പോയ കാഴ്ച കണ്ടതല്ലോ. എന്തിനായി അഹങ്കരിക്കുന്നത്? പണത്തിന്റെ അഹങ്കാരം കാണിക്കുന്നവരുണ്ടല്ലോ, പണക്കൊടുപ്പ് കാണിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിലമ്പൂരിന്റെ പരിസര പ്രദേശങ്ങള് എല്ലാം ഒറ്റയടിക്ക് പോയത് കണ്ടതല്ലേ പൊന്നുമോള്. എത്രയോ കോടീശ്വരന്മാര് 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു. 70 ലക്ഷത്തിന്റെ വീട്, 40 ലക്ഷത്തിന്റെ കാറ്, എത്രയോ ബൈക്കുകള്, എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒന്നുമില്ലാത്തവനെ പോലെ ഇട്ടിരുന്ന വസ്ത്രവുമായിരിക്കുന്ന രംഗം ഞാനും നിങ്ങളും കണ്ടവരാ. എല്ലാം എവിടെ പോയി? അല്ലാഹുവേ പടച്ചവനെ, അഹങ്കാരം കൂടുമ്പോ തന്ന റബ്ബിനെല്ലാം മാറ്റാൻ കഴിവുണ്ടെന്ന് മറന്നു പോകരുത്. ഇതുപോലെയുള്ള ദുരന്തം വരുമ്പോ എല്ലാവരെയും ഒരുമിച്ചാണ് ബാധിക്കുന്നത്. അല്ലാഹുവേ, കഴിക്കാ ഭക്ഷണമില്ല, ധരിക്കാ വസ്ത്രമില്ല, ഉണ്ടായിരുന്ന വീടിരുന്ന സ്ഥലം പോലും കാണാനില്ലാതെ തന്റെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയവരുടെ മയ്യത്ത് പോലും കിട്ടാത്ത അവസ്ഥയില് അല്ലാഹുവേ, നിലമ്പൂരിന്റെ പരിസരത്തെ പാവപ്പെട്ട നമ്മുടെ കൂടപ്പറപ്പുകൾ കണ്ണീരിലോ. അല്ലാഹുവേ, നീ അവർക്ക് സമാധാനം നൽകണേ അല്ലാ, അവരെ നീ സഹായിക്കണേ അല്ലാ, അവർക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ, ഇത്രയൊക്കെ കണ്ടാലും നമ്മുടെ സമുദായം പഠിക്കാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 3 വിഭാഗം പെണ്ണുങ്ങളെ പടച്ചവനെ ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരോ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരോ, അല്ലാഹുവിന്റെ ശാപവും പേറി നടക്കുന്നവരാ. അല്ലാഹു ശപിച്ചവനാണ് ഇബ്ലീസ്. അവന്റെ അവസ്ഥ നിനക്കറിയുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ഭർത്താക്കന്മാരോട്, കൂടപ്പിറപ്പുകളോട്, നിന്റെ വീട്ടിൽ ഇങ്ങനത്തെ 3 പെണ്ണുങ്ങളുണ്ടോ? നിന്റെ ഭാര്യ, നിന്റെ പൊന്നു പെങ്ങള്, നിന്റെ ഉമ്മ, നിന്റെ സഹോദരി, ഈ 3 വിഭാഗം പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? അവിടെ അള്ളാന്റെ സഹായമില്ല, അവിടെ റഹ്മത്തിന്റെ മലക്ക് വരൂല, അവിടെ സന്തോഷമില്ല, അവിടെ കിട്ടിയാ തികയൂല. കാരണം അല്ലാഹു ശപിച്ച ഒരുത്തി അവിടെയുണ്ട്. അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീടിന്റെ അകത്തുണ്ട്. മുത്തുനബി പറയുകയാ, 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചവരാണ്. ആരാണെന്നറിയുമോ? വേലകൾക്കാട് ഈ സദസ്സിലേക്ക് കടന്നു വന്ന പെങ്ങന്മാര്, അല്ലാഹു ശപിച്ചവളാണോ നീ? അല്ലാഹു ശപിച്ചവളാണോ നീ? മുത്തുനബി എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയ 1ാമത്തെ പെണ്ണാരാ? അവളുടെ ശരീരത്തിൽ പച്ച കുത്തുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ശരീരത്തിൽ പച്ച കുത്തുന്നവരുണ്ടല്ലോ,
ശരീരത്ത് പച്ച കുത്തുന്നവരുണ്ടല്ലോ, ചെറുപ്പക്കാർക്ക് അതൊരു ഹോബിയാണ്. ശരീരത്തിൽ ഇങ്ങനെ പച്ച കുത്തികെട്ട് നടക്കുന്നതൊരു ഹോബിയാ. ഇന്ന് ആ ട്രെൻഡ് പെണ്ണുങ്ങളെയും പിടിപെട്ടിരിക്കുകയാണ്. ഇന്ന് പെണ്ണുങ്ങളുടെ ശരീരത്തും അല്ലാഹുവേ പറയാ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശരീരത്തിലെ പച്ച കുത്തികെട്ട് നടക്കുമ്പോ നീ അല്ലാഹു ശപിച്ചവളോ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളോ, നീ ആ ശാപം ചുമന്നുകൊണ്ട് നടക്കുന്നവളോ? രണ്ട് ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാർ ഉറങ്ങല്ലേ വാപ്പോ, ഉണർന്നിരുന്നു കേൾക്ക്. എന്തേ നീ നേരെയാകാത്തത്, കിട്ടിയാ തികയാത്തത്, നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തത്, കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത് കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്. അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്. രണ്ടാമത്തെ പെണ്ണാരാ? സൗന്ദര്യം ഉണ്ടാകുന്നതിന് വേണ്ടി, സൗന്ദര്യവർദ്ധനവിന് വേണ്ടി തന്റെ പിരിയത്തിലെ മുടി പിഴുതു കളയുന്ന ഉമ്മ. എന്റെ പെങ്ങന്മാരുടെ മുഖത്ത് നോക്ക്. ചെറുപ്പക്കാരാ, വീട്ടിൽ ചെന്നിട്ട് 40 തികഞ്ഞ നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ സഹോദരിമാരുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, ഇന്ന് പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ പിരിയത്തില് ബ്യൂട്ടി പാർലറിൽ കിടന്നു നിന്നിട്ട് തന്റെ അതാ പിരിയത്തിലെ മുടിയങ്ങ് പറിച്ചു കളയുകയാണ് എല്ലാ ഗ്ലാമറിന് വേണ്ടി. പെങ്ങളെ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളോ? പറ, അല്ലാഹു ശപിച്ചവള് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ? അവളുടെ സന്തോഷമുണ്ടാകൂ, അവളുടെ റഹ്മത്തിന്റെ മലക്ക് വരുമോ? നിന്റെ ജീവിതത്തിൽ എങ്ങനാ ബർക്കത്തുണ്ടാവുക? അതുകൊണ്ട് എന്റെ പെങ്ങളെ കരഞ്ഞു, ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ് തൗബ ചെയ്തോ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? മുടി കറുപ്പിക്കുന്ന പെണ്ണാ. മുടി കറുപ്പിക്കുന്നവരുണ്ടല്ലോ, പ്രായം മറയ്ക്കാൻ കഷ്ടപ്പെടുന്ന പെങ്ങളോ. ഭർത്താവിന്റെ മുന്നിലല്ലോ, ഭർത്താവിന്റെ മുന്നിലല്ലോ നരച്ചുപോയ മുടിയുടെ മുകളിലൂടെ കറുത്ത പെയിന്റ് അടിച്ചിട്ട് പ്രായം മറക്കുന്ന ഉപ്പയും ഉമ്മയും കേട്ടോ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മൈലാഞ്ചി തേക്കാം. എന്തിനാ പെയിന്റ് അടിക്കുന്നത്? എന്തിനാ പെയിന്റ് അടിക്കുന്നത്? നിനക്ക് മൈലാഞ്ചി എന്ത് മനോഹരമെന്നറിയോ? അല്ലാഹുവേ, ചില ആൾക്കാരുടെ താടിയിലും തലയിലും മൈലാഞ്ചി ഇട്ടിരിക്കുന്നത് കണ്ടാൽ കാണാൻ എന്ത് മനോഹരമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിടുമായിരുന്നല്ലോ, സുന്നത്തായിരുന്നല്ലോ. നബി അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, മൈലാഞ്ചി ഇടാത്ത ഭാര്യ നബിക്ക് ഇഷ്ടമല്ല. മൈലാഞ്ചി ഇടാതെ മണിയറയിൽ വരുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ പെണ്ണുപിള്ളമാർ എത്ര പേര് മൈലാഞ്ചി ഇടും? ഈ കണ്ണെഴുതാതെ സുറുമ എഴുതാതെ മണിയറയിലേക്ക് വരുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇന്ന് എന്തിനാ മൈലാഞ്ചിയിട്? അതാ നല്ല മനോഹരമായിട്ട് ഭർത്താവിന്റെ താടിയിൽ ഒരു മുടി നരച്ചിക്ക, നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് ട്ടാ, എന്ത് രസം, ഇത്തിരി മൈലാഞ്ചി, അല്ലാതെ പിടിത് കളയാനല്ല. പ്രായം മറയ്ക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ പെയിന്റ് അടിക്കുന്നവരോർത്തോ, നീ നേരെയാകൂല. നീ ഉള്ള സ്ഥലത്ത് റബ്ബിന്റെ സഹായവുമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് പോയിട്ട് പെണ്ണുമ്പിള്ളയുടെ നെറ്റി നോക്കണം കേട്ടാ, ഭാര്യയുടെ മുഖത്തി പിരിയത്തി നോക്കണം. നല്ല വടിച്ചു വെച്ചിട്ടുണ്ടാകും. ചുമ്മാതല്ല നീ നേരെയാകാത്തത്. നിന്റെ വീട്ടിൽ നിന്റെ കച്ചവടം, നിന്റെ സർവ്വതും കൊത്തുവാളയെടുക്കാനുള്ള കാരണം അള്ളാഹു ശപിച്ച ഒരെണ്ണം നിന്റെ വീടിന്റെ അകത്തുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടെങ്കിൽ പറ, ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് പശ്ചാത്തപിക്കാൻ. അങ്ങനെ ഒരു മകളോ കൂടെ പറപ്പോ ഭാര്യയോ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ പറഞ്ഞിട്ട് ആ ശാപം മാറ്റിക്കോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനമായി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഒരുപാട് പേർ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പഠിക്കണം. എത്രയോ മഹദിമാർ, ഐഷ ബീബിയും ഖദീജ ബീബിയും ഫാത്തിമ ബീബി, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്തങ്ങിട്ട് വായിക്കും.
എത്രയോ മഹ്ദിമാരുടെ ചരിത്രങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വനിതയും മംഗളമൊക്കെ അതിനകത്ത് വരുന്ന ഒരുത്തിയെ കണ്ടിട്ട് അതുപോലെ ആകാൻ ഈ ഉമ്മ എന്തിനാ കിടന്ന് ഓടണേ? ഉമ്മായിക്കുള്ളതല്ലേ ഉള്ളൂ. ഉമ്മായിക്ക് അള്ള കൊടുത്ത സൗന്ദര്യമുള്ള കാക്ക കുളിച്ച കൊക്കാവോ മനുഷ്യന്മാരെ? ആവോ ചങ്ങായിമാരെ? കാക്ക കുളിച്ച കൊക്കാവൂല. അള്ള നിനക്ക് തന്നതല്ലേ ഉള്ളൂ. നീ എന്തിനാ കൂട്ടാൻ നിൽക്കണേ? കൂട്ടാൻ നിൽക്കുമ്പോഴല്ലേ വെളുക്കാൻ തെച്ചത് പാണ്ടാവണത്. അവനവനെ കൊണ്ട് ഞാൻ പഠിക്കണ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ വന്നിട്ട് ഒരു സാധനം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തേച്ചാ ഗ്ലാമർ കൂടും. അപ്പൊ ആദ്യം ഒരു കുട്ടി വാങ്ങി, അവൻ വാങ്ങിച്ച് തേച്ചപ്പത്തേക്ക് ചെറിയ വെളുപ്പ്. ഇത് കണ്ടപ്പോ എല്ലാരും വാങ്ങി. കുറച്ചു ദിവസം കഴിയുമ്പോൾ എല്ലാത്തിന്റെ മുഖം അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങി. അപ്പൊ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത. എന്തിനാ സഹോദരങ്ങളെ? എത്രയോ അള്ളാഹു തന്നിരിക്കുന്ന ഈ ഗ്ലാമർ ഉണ്ടല്ലോ, ഇത് നാട്ടുകാരെ കാണിക്കാനുള്ളതാ? സിറാജിന്റെ ഗ്ലാമർ നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല, എന്റെ ഭാര്യയ്ക്ക് കാണിക്കാനുള്ളതാ. എന്റെ ഭാര്യയുടെ ഗ്ലാമർ നാട്ടുകാർക്കല്ലത്, എനിക്ക് കാണിക്കാനുള്ളതാ. അല്ല, ഇതെങ്ങനെ നേരെ തിരിച്ച് നാട്ടുകാരെ കാണിക്കും, പാവപ്പെട്ടവനെ ഒന്നും കാണിക്കൂല. ഇതാ ഇന്നത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ. നാട്ടുകാർക്ക് മുഴുവനും പ്രദർശനം, അകത്ത് അള്ളാഹുവെ ദിക്റും ദുആയും മാത്രം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.